അങ്ങളെ ഒന്ന് നടക്കണ അങ്ങോട്ട്. ഏട്ടാ ഏട്ടാ അവനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. വിനയ്, ഞാൻ നിന്നെ കുറെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. ഞാൻ ആ ജംഗ്ഷൻ വരെ പോയതാ, ഫോണ് കയ്യിലെടുത്തില്ല. നീ എന്തിനാ വീണ്ടും എന്നെ അന്വേഷിച്ച് വന്നത്? നമ്മൾ സ്റ്റേഷനിൽ വെച്ച് കൈ കൊടുത്ത് പിരിഞ്ഞതല്ലേ? അതെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് വിനയ് ഞാൻ വന്നത്, അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. അതൊക്കെ ഇപ്പൊ പറയും. ഇവനെ വിശ്വസിച്ച് നീ കൂടെ പോയാ കുഴിയിൽ വീണാലെ തിരിച്ചറിയൂ. അങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഇവ കാര്യം എന്താണെന്ന് പറയട്ടെ. പറ ജീവ, നീ എന്തിനാ വന്നത്? വിനയ, എൻ്റെ PG റിസൾട്ട് വന്നു. തോറ്റ് കാണുമല്ലേ? 8 നിലയിൽ പൊട്ടിയതിന് വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിട്ടോ ജീവ? ഏയ്, ഞാൻ ജയിച്ചു വിനയ, എനിക്ക് റാങ്ക് ഉണ്ട്. ഉള്ളതാണോ? ശരിക്കും നിനക്ക് റാങ്ക് ഉണ്ടോ? അതെ, യൂണിവേഴ്സിറ്റി ലെവൽ 7 റാങ്ക്, കോളേജിൽ ഫസ്റ്റ് റാങ്കാ. കൺഗ്രാറ്റുലേഷൻസ് മാൻ. നീയാണ് ജേതാവ്. സകല തോന്നിയവാസത്തിനിടയിൽ നീ പഠിച്ച് റാങ്ക് വാങ്ങിയല്ലോ. ഞാൻ വഴിമാറിപ്പോയത് എക്സാമിന് ശേഷമാണ്. എനിക്ക് വീണ്ടും പഴയ ലെവൽ എത്തണമെന്നുണ്ട്. പക്ഷേ മഞ്ചാടി നമുക്കെതിരെ കൊടുത്ത കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുള്ളതാണ് സത്യം. നീ വാ, ബാക്കി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അമ്മേ, ചായ എടുക്ക. വാടാ, വാ. നീ എന്താ നിൽക്കുന്നേ? ഇരിക്ക്. ചായ കുടിക്കും. മാമന് വേണ്ടേ? ഞാൻ നേരത്തെ കുടിച്ചതാ. മോനെ, റാങ്ക് വാങ്ങിയതിന് എന്റെ വക ഒരു മധുരം. താങ്ക്സ് അമ്മ. അല്ല, അത് ശരി. എനിക്ക് ഈ സ്വീറ്റ്സ് ഒന്നും ഇല്ലേ? ഞാനും പരീക്ഷയൊക്കെ ജയിച്ചിട്ടുള്ളതല്ലേ? നീയും കഴിച്ചോ? പോരെ. ജീവനും ഞാനും ഇപ്പോ ഏതാണ്ട് ഒരേ അവസ്ഥയിലാമേ. ഞങ്ങൾക്ക് 2 പേർക്കും ഇനി രക്ഷപ്പെടണമെങ്കിൽ മഞ്ചാടി കേസ് പിൻവലിക്കണം. എനിക്ക് വേണമെങ്കിൽ ഈ ജോലി വേണ്ടാന്ന് വെച്ച് പഴയ പോലെ സ്വന്തം സർവീസ് സെന്റർ തുടങ്ങാം. പക്ഷേ ജീവന് സർക്കാർ ജോലി കിട്ടണമെങ്കിൽ കേസ് ഇല്ലാതായേ പറ്റൂ. ആ കേസൊന്ന് ഒഴിവാക്കി കിട്ടാൻ വിനയന് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ മോനെ. നടന്നാ നിനക്കും രക്ഷപ്പെടാം. അച്ഛനും അമ്മയ്ക്കും ഞാൻ പഠിച്ച് വലിയ നില എത്തണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും അവർ എനിക്ക് ചെയ്തു തന്നിരുന്നു. പഠിച്ചുകൊണ്ട് ഞാൻ അവരോട് നീതി കാണിച്ചെങ്കിലും പ്രവൃത്തിയിൽ എനിക്ക് എൻ്റെ അച്ഛനമ്മയെ ചതിക്കേണ്ടി വന്നു. ആ തെറ്റെനിക്ക് തിരുത്തണം. അതിനുവേണ്ടി ഈ കേസൊന്ന് പിൻവലിച്ചു കിട്ടാൻ ആരുടെ കാല് വീണ് മാപ്പ് പറയാനും ഞാനിപ്പോൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അനന്തം മാഷയുടെയും മഞ്ചാടിയുടെയും കാലിൽ വീഴുന്നതായിരിക്കും നല്ലത്, അല്ലേ വിനയ? അതിന് മാഷ് ഇവിടെ ഇല്ലല്ലോ മാമ. മഞ്ചാടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ അതായിരിക്കും കൂടുതൽ വർക്കൗട്ടാവും. നീ എന്താ ആ വഴിക്ക് ശ്രമിക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, മഞ്ചാടിയായി നേരിട്ട് സംസാരിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. കോളേജിലെ പ്രിൻസിപ്പൾ അടക്കം എനിക്ക് സപ്പോർട്ടാണ്. ആ വഴിക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് വിനയന്റെ സഹായം വേണ്ടത് മഞ്ചാടിയുടെ ഫാമിലിയുമായി ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. അതിന് നീ എന്റെ സഹായം തിരക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പകരം ദാസാറിനോ രഘുവേട്ടനോ നീ നേരിൽ കണ്ടൊന്ന് സംസാരിക്കണം. അവർക്ക് തന്നെ അറിയാലോ. ഇപ്പൊ ഈ റാങ്ക് കിട്ടിയ വിവരം കൂടി അറിയുമ്പോൾ അവർ 2 പേരും നിന്റെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ചീരുവിന്റെ അച്ഛനെ കാണാനുള്ളൊരു ശ്രമത്തിലാണ്. ആ വഴിക്ക് ഞാനും ഒന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം. എടാ, നമ്മുടെ 2 പേരുടെയും കേസ് ഒന്നായതുകൊണ്ട് ഏത് മാർഗത്തിലൂടെ അത് പിൻവലിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് 2 പേർക്ക് രക്ഷപ്പെടാം.
എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കാം. വിനയനും ആ വഴിക്ക് തന്നെ നീങ്ങുന്നതാണ് എനിക്കൊരാശ്വാസം. രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അത് നടക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ആ നിങ്ങൾ എന്തായാലും കഴിക്ക്, നീയും കഴിക്ക്.